ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലൊരു വിവാഹം മുൻപ് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും. പറഞ്ഞു വരുന്നത് മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹത്തെക്കുറിച്ച് തന്നെ. ലോകത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങ്. രാജ്യത്തെ വിവിധ ഭാഷകളിലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേർന്ന ഈ വിവാഹത്തിലൂടെ കിടപിടിക്കാൻ മറ്റൊരു ചടങ്ങ് ഈ ലോകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ആഡംബരത്തിന് ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. ഇനി ഇത്തരത്തിലൊരു വിവാഹ ചടങ്ങ് ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഉറപ്പുമില്ല. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിവാഹമായിരുന്നു മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയുടേത്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു വിവാഹം. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ, ബിസിനസ്, സിനിമാ മേഖലകളിലെ പ്രമുഖരാണ് അണിനിരന്നത്. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ അനന്ത് അംബാനിയുടെയും വ്യാപാരി വിരേൻ മർച്ചന്റിന്റെ മകൾ രാധിക മർച്ചന്റിന്റെയും വിവാഹം ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ഒരു സംഭവം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ചടങ്ങിലെത്തിയ പ്രമുഖരുടെ പേരിൽ അത്തരത്തിലൊരു റെക്കോർഡ് ഈ വിവാഹത്തിന് ലഭിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ അടുത്ത കാലത്ത് ദിനപ്രതി വാർത്താമാധ്യമങ്ങളും മറ്റും കാണുന്നവർ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടും അതിൻ്റെ അലയൊലികൾ ഇതുവരെ തീർന്നിട്ടില്ല. ഇനി വിവാഹ റിസപ്ഷനുണ്ട്. അതിലും പ്രമുഖരായിട്ടുള്ളവർ തന്നെയാണ് പങ്കെടുക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ചില വിവാദങ്ങളും ഉയർന്നിരുന്നു. ഇത്രത്തോളം വലിയ ആഡംബരം കാണിച്ച് വിവാഹം നടത്തണോ എന്നുള്ള ചോദ്യങ്ങൾ പലരും ഉയർത്തി. അവരുടെ കാശ്, അവരുടെ തീരുമാനം എന്ന രീതിയിൽ കാര്യങ്ങളെ കാണാൻ വേണ്ടി ഉപദേശവുമായി മറ്റു ചിലരും എത്തി. അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വച്ചാണ് വിവാഹം നടന്നത്. ഈ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തുന്ന വഴിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ വഴിയിലുടനീളം BJP സ്ഥാപിച്ച ഡസൻ കണക്കിന് ബോർഡുകളും പോസ്റ്ററുകളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രിയപ്പെട്ടവനും ബഹുമാന്യനുമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുംബൈയിലേക്ക് ഹൃദയംഗമായ സ്വാഗതം എന്നാണ് ഈ ബോർഡുകളിലും പോസ്റ്ററുകളിലും കാണുന്നത്. അംബാനിയുടെ മകൻ്റെ വിവാഹം ഒരു രാഷ്ട്രീയ ചടങ്ങായി മാറുകയാണ് എന്ന സംശയം പലരും ഉയർത്തിയിട്ടുമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരായി അവരുടെ പാടായി എന്ന വാദവുമായി മറ്റു ചിലരും എത്തിയിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഈ ചടങ്ങിൽ പങ്കെടുത്ത അതിഥികളെക്കുറിച്ചാണ്. നേരത്തെ പറഞ്ഞു, രാജ്യത്തെ സെലിബ്രിറ്റികളായ എല്ലാവരെയും തീർത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അംബാനി. രാജ്യാന്തര തലത്തിലെ പ്രമുഖരും കൂടി ആയതോടെ വിവാഹ ചടങ്ങ് മറ്റൊരു തലത്തിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യത്തെ പ്രമുഖരുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് എത്ര പേർക്ക് ക്ഷണം ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം. സത്യം പറയാമല്ലോ, കേരളത്തിൽ നിന്ന് ഒരേ ഒരാൾക്ക് മാത്രമാണ് അംബാനിയുടെ മകൻ്റെ വിവാഹത്തിന് ക്ഷണം ലഭിച്ചത്. ആ വ്യക്തി കുടുംബമായി ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ക്ഷണം ലഭിച്ചത് മറ്റാർക്കുമല്ല, മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജിനാണ്. പൃഥ്വിരാജിന് പ്രത്യേക ക്ഷണം ലഭിക്കുകയും അദ്ദേഹം ഭാര്യ സുപ്രിയയോടൊപ്പം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ അംബാനിയുടെ ക്ഷണം ലഭിച്ചിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം. ഒരർത്ഥത്തിൽ ബോളിവുഡിൽ ഇപ്പോൾ പരിചിത മുഖമാണ് പൃഥ്വിരാജ്. അങ്ങനെയുള്ള പൃഥ്വിക്ക് ക്ഷണം ലഭിക്കുന്നത് സ്വാഭാവികമാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ നടനാണ് എന്ന് വേണമെങ്കിൽ ഉറപ്പായും പറയാം. എന്നാൽ ഈ സാഹചര്യത്തിൽ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ചോദ്യം ഉയർത്തുന്നത് ചില സംഘപരിവാർ പ്രവർത്തകരുമാണ്. സിനിമാ നടനും മുൻ രാജ്യസഭാ MPയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയും സർവോപരി കേരളത്തിലെ ആദ്യത്തെ BJP MPയുമായ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് അംബാനിയുടെ മകൻ്റെ വിവാഹത്തിന് ക്ഷണം ലഭിച്ചില്ല എന്നുള്ളതാണ് ആ ചോദ്യം. ശനിയാഴ്ച ശുഭ് ആശീർവാദ് ദിനത്തിലെ വിരുന്നിൽ പങ്കെടുക്കാൻ എല്ലാ കേന്ദ്രമന്ത്രിമാരെയും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൽ സുരേഷ് ഗോപിക്കും ക്ഷണം കാണും. കാരണം എല്ലാ കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. എന്നാൽ വിവാഹ ചടങ്ങിന് അദ്ദേഹത്തിന് ക്ഷണം ഉണ്ടായിരുന്നില്ല. മറ്റു വ്യക്തികളെ പോലെയല്ല BJPക്ക് സുരേഷ് ഗോപി എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയാണ്. മാത്രവുമല്ല, ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ കൂടിയാണ്. അതും പോരാഞ്ഞിട്ട് ഒരു കാലത്തും BJPക്ക് കിട്ടില്ല എന്ന് കരുതിയിരുന്ന കേരളത്തിൽ നിന്ന് മികച്ച മാർജിനിൽ വിജയിച്ച് ലോക്സഭയിലെത്തിയ MP കൂടിയാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് വിവാഹക്ഷണം ലഭിച്ചില്ല? പകരം സുരേഷ് ഗോപിയേക്കാൾ ഒത്തിരി ജൂനിയറായ പൃഥ്വിരാജിന് ക്ഷണം ലഭിക്കുകയും ചെയ്തു. സംഘപരിവാർ പ്രവർത്തകർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരെ വിഷമിപ്പിക്കുന്നതും. മാത്രമല്ല, നരേന്ദ്രമോദിയുമായി ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്ന വ്യക്തികളിൽ ഒരാളാണ് സുരേഷ് ഗോപി എന്നാണ് കേരളത്തിലെ BJP പ്രവർത്തകർ കരുതുന്നതും പറയുന്നതും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയതാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തിക്ക് ക്ഷണം നിഷേധിച്ചു എന്നുള്ളതാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമായിരിക്കത്തില്ല എന്നാണ് തോന്നുന്നത്. ബോളിവുഡ് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി ഒരുപക്ഷെ പൃഥ്വിരാജിനെക്കാളും താഴെയായിരിക്കും വരുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൃഥ്വിരാജ് ഒരു പാൻ ഇന്ത്യൻ അഭിനേതാവായി മാറിക്കഴിഞ്ഞു. ബോളിവുഡിലും അദ്ദേഹം സുപരിചിത മുഖമാണ്.
അതുകൊണ്ട് തന്നെ ബോളിവുഡുമായി ബന്ധപ്പെട്ട വിവാഹ ക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തെ തേടി വരുന്നത് സ്വാഭാവികമായിരിക്കും. അങ്ങനെയുള്ള ഒന്നായിരുന്നു ഈ അംബാനിയുടെ മകൻ്റെ വിവാഹവും. അതുകൊണ്ടായിരിക്കാം പൃഥ്വിരാജിന് ക്ഷണം ലഭിച്ചതും സുരേഷ് ഗോപിക്ക് ലഭിക്കാത്തതും. അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, പ്രിയങ്ക ചോപ്ര, നയൻതാര, രജനീകാന്ത്, ആമിർ ഖാൻ, അനിൽ കപൂർ, ആലിയ ഭട്ട് തുടങ്ങി നിരവധി പേരാണ് അംബാനിയുടെ മകൻ്റെ വിവാഹത്തിനെത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നും UK മുൻ പ്രധാനമന്ത്രിമാരായ ബോറിസ് ജോൺസൺ, ടോണി ബ്ലെയർ, കാനഡ മുൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ തുടങ്ങി ഒട്ടേറെ പ്രമുഖരും എത്തിയിരുന്നു.